ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ മനോഹരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഒന്ന് UFC 300, UFC 300, പിന്നെ UFC മാനേജ്മെൻറ്റ്, അങ്ങനെക്കുറിച്ച്, പിന്നെ എന്താ UFC ഫൈറ്റ് നൈറ്റ്. അപ്പോൾ ആദ്യത്തെ കേസ് തന്നെ നിങ്ങൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, തംബ്നെയിൽ ശ്രദ്ധിച്ചിരിക്കും. UFC 300. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് അദ്ദേഹം കമൻറ്റ് ചെയ്തിരുന്നു, ഞാനത് പിന്നും ചെയ്തിരുന്നു. UFC 300 ശോകമാണോ ബായ്? ഞാൻ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പേര്, ഇനി വീഡിയോസ് ഇങ്ങനെ കണ്ടമാനം കിടക്കുകയാണല്ലോ, എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പേര് എടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശോകമാണോ ബായ്? അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കൊച്ചു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. പേര് _Ashokgan. നമുക്ക് അവിടെയും കണ്ടുമുട്ടാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, _Ashokgan. അപ്പോൾ UFC 300 ശോകമാണോ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്കിൽ വൈസ്, അതായത് കഴിവിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എന്താണ് മെയിൻ ഇവൻ്റായിട്ട് നിൽക്കുന്നത്? നമ്മുടെ പെരേര അല്ലെങ്കിൽ പെഹേര വേഴ്സസ് ജമഹൽ ഹിൽ. കഴിവ് വെച്ചൊക്കെ നോക്കുമ്പോൾ രണ്ടും നല്ല ഉഗ്രൻ ഫൈറ്റേഴ്സാണ്. പിന്നെ അങ്ങനെ കുറേയധികം ഫൈറ്റുകളുണ്ട്. ഇപ്പോൾ ഒലിവറ, സറുക്യാൻ, ജസ്റ്റിൻ ഗേജി, അല്ലേ, ഹോളോവേ, കുറേയധികം ഫൈറ്റുകളുണ്ട്. പക്ഷേ ഒരു ഗും എന്നൊന്നും മനസ്സിലായില്ലേ? ഒരു ഗും എന്നൊക്കെ പറയത്തില്ലേ, ഒരു എൻ്റെ പൊന്നെ. ഇപ്പം UFC 298, 298 അല്ലെങ്കിൽ 299 എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇത്, അത് എന്താണ് ഈ ഇത് എന്നുള്ളത് ആർക്കും അറിയത്തില്ല. എനിക്ക് ഒരു പക്ഷേ നിങ്ങൾക്കും ആ ഫീലിംഗ് ഉണ്ടാവും, ഒരു ഇത് ആ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല, അതില്ല, അല്ലേ? ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഒരു ചോദ്യം വരികയാണ്, ആ ഒരു ഇത് എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കോണർ മെക്ഗ്രെഗർ ഉണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ട്, ഇപ്പോൾ ഹബീബ് ഉണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ട്, ഇസ്ലാം മഹഷേവ് ഉണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ട്, ജോൺ ജോൺസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ട്, കമാർ ഉസ്മാൻ ഉണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ട്, ഹംസ ഷിമേബ് ഉണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ട്, നെയ്റ്റ് ഡിയസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ഒരു ഇതിനകത്തില്ല. ഇപ്പോൾ ഈ അലക്സ് പെഹേര, ജമഹൽ ഹിൽ നോക്കുമ്പോൾ, കഴിവ് വെച്ച് നോക്കുമ്പോൾ സൂപ്പർബ് ഫൈറ്റർ. പിന്നെ ഇതിനകത്തൊരു സ്റ്റോറിയിലൊക്കെ ഉണ്ട്, പുള്ളി ഈ പെഹേരയുടെ ആത്മസുഹൃത്തായ ഗ്ലോവറിനെയൊക്കെ തല്ലി ചതച്ചു. അപ്പോൾ അതിനൊരു പകയൊക്കെ ഉണ്ട്, റിവെഞ്ച് സ്റ്റോറിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇത് മിസ്സിങ് ആണോ? ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നതാണെന്ന് അറിയത്തില്ലല്ലോ, എൻ്റെ ഒരു തോന്നലാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഇത് കൊണ്ടുവരാനായിട്ട് ഡാന വൈറ്റ് ആരെങ്കിലും കൊണ്ടുവരണം. പിന്നെ മൊത്തത്തിൽ ഡാന വൈറ്റ് ഒരു സങ്കടത്തിലാണോ, ഒരു ആശയക്കുഴപ്പത്തിലാണോ? പിന്നെ ഒരു കാര്യമുണ്ട്, മൂപ്പര് തോൽവി സമ്മതിക്കത്തില്ല. UFC, ഡാന വൈറ്റ്, ഹണ്ടർ മാനേജ്മെൻറ്റ് തോൽവി സമ്മതിക്കുന്ന കൂട്ടത്തിലല്ല. കാരണം അവർ ഇതിനപ്പുറം കണ്ടവരാണ്. കാരണം UFC ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് തുടങ്ങിയ സമയത്ത് അതിനെ പൂട്ടിക്കെട്ടാനൊക്കെയുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഈ നിലയിൽ എത്തിയെങ്കിൽ അവരെ അതൊന്നും ബാധിക്കില്ല, ഫൈറ്റേഴ്സാണ് അവർ. പക്ഷേ ഒരു മൊത്തത്തിലൊരു ഗും. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ടെൻഷൻ സൃഷ്ടിക്കാനായിട്ട് ഇപ്പോൾ PFL, ബെലട്ടോർ, ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഇപ്പോൾ ഫൈറ്റ് നടക്കുന്നുണ്ട്. PFL വേഴ്സസ് ബെലട്ടോർ എന്ന് പറഞ്ഞിട്ട് ഇന്നോ മറ്റോ നടന്നുകൊണ്ട്, ഇന്നലെയൊക്കെ അത് നടന്നു. ഇതൊക്കെ ഡാന വൈറ്റിന് ഉഗ്രൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇതിനിടയിൽ കൂടെ ആ കമ്പനിയുള്ള UFC കമ്പനിയുള്ള ജോൺ ജോൺസ് ഒക്കെ പോയി അത് അറ്റൻഡ് ചെയ്തു, റിയാദിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മൈക്ക് ടൈസൺ, ഫ്രാൻസിസ് എൻഗാനോ, അറിയാലോ, എൻഗാനോ ഇപ്പോൾ UFCക്ക് എപ്പോൾ സമയം കിട്ടുന്നു അപ്പോഴെല്ലാം പണി കൊടുക്കുന്നുണ്ട്. എൻഗാനോ PFLൻ്റെ ഷെയർ ഹോൾഡറൊക്കെയാണ്, ആഫ്രിക്കേൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡാന വൈറ്റ് ഒരു അല്പം ടെൻഷനിലൊക്കെ ആയിരിക്കും, കുത്തിയിരുന്ന് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന കോണർ മെക്ഗ്രെഗറാണ്. അപ്പോൾ ഈ UFC കോണർ മെക്ഗ്രെഗറുമായിട്ട് എങ്ങനെയാണ് അവരുടെ ഒരു ഇരിപ്പ് വശം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോണർ മെക്ഗ്രെഗറിനെ ഒന്ന് സോപ്പിട്ട് കൊണ്ടുവരികയാണെങ്കിൽ UFC 300 ആ ഒരു ഇത് കിട്ടിയേക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം ഒരു പ്രശ്നങ്ങളാണ് UFCക്ക്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ദുബായിലല്ല, സൗദി അറേബ്യയിൽ, റിയാദിൽ നമ്മുടെ PFL വേഴ്സസ് ബെലട്ടോർ എന്ന് പറഞ്ഞൊരു രണ്ടും എനിക്ക് തോന്നുന്നു മാനേജ്മെൻറ്റ്സ് ഒക്കെ വളരെ ക്ലോസ് ആണോ, അതോ ഒന്ന് തന്നെയാണോ, അങ്ങനെയൊക്കെ എന്തോ ആണ്. അപ്പോൾ കളി കാണാൻ ജോൺ ജോൺസ്, നമ്മുടെ ഷെയിൽ സോണൻ,
നമ്മുടെ എൻഗാനോ ഇവരെല്ലാവരും ഉണ്ടാകും, മൈക്ക് ടൈസൺ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ കുംഭമേളയായിരുന്നു അത്, വലിയൊരു മേളയായിരുന്നു അത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്നത്തെ കളിയിലേക്ക് വരാം. UFC ഫൈറ്റ് നൈറ്റ്. എനിക്ക് ഇത് 2 ഭ്രാന്തന്മാരുടെ കളിയാണ്, 2 ഭ്രാന്തന്മാരുടെ കളി. ഭ്രാന്തന്മാരല്ല, ബ്രാൻഡൻ മൊറേനോ, ബ്രാൻഡൻ റോയൽ. എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ടില്ല. അത് ഫൈറ്റ് വൈസ്, സ്കിൽ വൈസ് ഓക്കെ, പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ഇത് അതിനകത്തില്ല. പക്ഷേ രണ്ടാമത്തെ കളി മെയിൻ ഇവൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രയാൻ ഓർട്ടിഗ ആൻഡ് യായർ റോഡ്രിഗസ്. ഞാൻ ഒരു വലിയ ഓർട്ടിഗ ഫാനാണ്, കാരണം ഓർട്ടിഗ TCT എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ട്രയാങ്കിൾ ചോക്ക് ആൻഡ് നല്ല ഒരു ആഴത്തിൽ BJJ മനസ്സിലാക്കിയ ഒരു ഫൈറ്ററാണ്. അപ്പോൾ എനിക്ക് പുള്ളി ഏത് സബ്മിഷനാണ് അടുത്ത് അടിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു എപ്പോഴും ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇന്ന് അത് വിചാരിച്ച് സബ്മിഷൻ അടിക്കത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ റൗണ്ട് 3 പുള്ളി ഒരു മനോഹരമായ ആം ട്രയാങ്കിൾ, അത് മനോഹരമായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു ഇതെന്ന് പറഞ്ഞാൽ പേഴ്സണലി സബ്മിഷൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ യായർ റോഡ്രിഗസിനെ ഞാൻ ആ 3-ാം റൗണ്ടിൽ അങ്ങനെ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. യായർ റോഡ്രിഗസ് ഒരു 2-ാം റൗണ്ടിലൊക്കെ നല്ല മുന്നേറ്റമായിരുന്നു. അപ്പോൾ ഉടനെ കണ്ടോ ബാക്ക് ടേക്ക് എടുത്തിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ റിവേഴ്സൽ നടത്തി. കമൻറ്റേറ്റേഴ്സും പറയുന്നുണ്ടായിരുന്നു, അയ്യോ യായർ നല്ലൊരു പൊസിഷനിലായിരുന്നു, പക്ഷേ അത് വിട്ടുകളഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓർട്ടേഗയൊക്കെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എന്നിട്ട് ആം ട്രയാങ്കിൾ മനോഹരമായിരുന്നു. അത് പുള്ളി ആം ട്രയാങ്കിൾ ഓർമ്മയുണ്ടോ? നമ്മുടെ ഇസ്ലാം മഹഷേവ് ഒലിവേറയ്ക്കെതിരെ ആം ട്രയാങ്കിളാണ് അടിച്ച് തോപ്പിച്ചത്. പക്ഷേ ഈ അവരുടെ ദാഗിസ്ഥാനി ആം ട്രയാങ്കിളും ഈ BJJ ആം ട്രയാങ്കിളും എന്താണ്, അതോ ഓർട്ടേഗ അടിക്കുന്നതെന്ന് അറിയത്തില്ല, ഒരു വ്യത്യാസമുണ്ട്. ഓർട്ടേഗ അടിക്കുന്നത് ഡാർക്കൊക്കെ അടിക്കുന്ന പോലെയാണ്, ഡാർസ് എന്ന് പറയും, DRS എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ചോക്കുണ്ട്, അതുപോലെയൊക്കെ അടിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു, മനോഹരമായിരുന്നു. ഞാൻ വീണ്ടും ഒരു 10 വട്ടം കണ്ടു, അത് ഇനിയും കാണണം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള വിശേഷം. ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക, Deepak_Ashokan. തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ ജനങ്ങളിലേക്കും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് ആരാധകരുണ്ട് ഇവിടെ കേരളത്തിൽ. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഒരുപാട് ആരാധകർ കേരളത്തിലുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ UFC ഫാൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക, അടിച്ചു പൊളിക്കാം. ബൈ ഗൈസ്, ടേക്ക് കെയർ.